നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. എന്തോന്നും മിണ്ടാത്തെ? മാസ്റ്റർ എന്റെ കൂടെ വീട്ടിലേക്ക് വരില്ലേ? മോൾ ഇത്ര പെട്ടെന്ന് നോക്കിയാവുന്ന ഞാൻ പ്രതീക്ഷിച്ചില്ല. അതെ, ഇനി കുറച്ചു ദിവസത്തേക്ക് മോളുടെ അരികിന്ന് എങ്ങോട്ട് പോകാതെ ശ്രദ്ധിക്കണം, കേട്ടല്ലോ? ഡോക്ടർ, മോളെ എന്നത്തേക്ക് വീട്ടിൽ കൊണ്ടുപോകാൻ പറ്റും? ഇവിടെ തുടർന്നാലും ഇനി പ്രത്യേകിച്ച് മെഡിസിന്റെ ആവശ്യമൊന്നുമില്ല. ഇപ്പൊ ഉള്ള മെഡിസിൻസ് തന്നെ കണ്ടിന്യൂ ചെയ്താൽ മതി. പിന്നെ മഴമോളുടെ ഏറ്റവും നല്ല മെഡിസിൻ അല്ലേ ഈ നിൽക്കുന്നത്. ഈ പുള്ളിക്കാരൻ മോളുടെ കൂടെ ഉണ്ടായാൽ മാത്രം മതി. ഞാൻ പറഞ്ഞത് മാഡം ശ്രദ്ധിച്ചു കാണുമല്ലോ. കുറച്ചു ദിവസത്തേക്കെങ്കിലും ഇദ്ദേഹം മോളുടെ കൂടെ ഉണ്ടാവണം. അത് നിർബന്ധമാണ്. ഓക്കെ അല്ലേ? ഓക്കെയാണ് ഡോക്ടർ. മാലിന്യമോളെ, ഒരു കാറ് വന്ന് നിൽക്കുന്ന പോലൊരു ശബ്ദം കേട്ടല്ലോ. ഞങ്ങള് ഹെഡ്സെറ്റ് വെച്ച് പാട്ട് കേൾക്കുമായിരുന്നു അച്ഛമ്മ, അതുകൊണ്ട് ശ്രദ്ധിച്ചില്ല. കാറ് വന്നോ? ആ അതേന്നെ, മഴമോളെയും കൊണ്ട് അവരെത്തിക്കാണും. വാ നോക്കാം. ഇതെന്താ ഇങ്ങനെ? കാർത്തിക്കും അമ്മയും അച്ഛനും സുന്ദര ചേച്ചിയും എല്ലാം ഒരുമിച്ചാണല്ലോ വരുന്നത്. ഇതിപ്പോ എന്തായിരിക്കും സംഭവിച്ചിരിക്കുക? അച്ഛമ്മ, മാസ്റ്റർ ആശുപത്രി വന്നപ്പോ തന്നെ എന്റെ അസുഖം എല്ലാം മാറി. അമ്മുട്ടി അമ്മുട്ടി, ഇനി മാസ്റ്ററുമായി വഴക്കുണ്ടാക്കാൻ പോവല്ലേ? അമ്മ, മൂക്ക് നല്ല ക്ഷീണമുണ്ട്. ഇവിടെ അകത്തുകൊണ്ടേക്ക് എടുത്ത് കുറച്ചേരം ഉറങ്ങട്ടെ. വാ മോളെ, വാ. അളിയനെ അറിയാൻ പാടില്ലാത്ത രഹസ്യം ഞാൻ പറഞ്ഞുതരാം. കുറച്ച് നാളായിട്ട് ഞാൻ ഇവിടെ ഈ വീട്ടിലാണ് താമസം. ഞാനത് വെറുതെ ഒന്ന് സൂചിപ്പിച്ചെന്നേ ഉള്ളൂ. എന്നാ പിന്നെ ഞാൻ അകത്തോട്ട് ചെല്ലട്ടെ. ഏട്ടാ, എല്ലാരും ചേർന്ന് തന്നെ ഓട്ടം കളിപ്പിക്കായിരുന്നു അല്ലേ? ഞാൻ കൊല്ലാൻ നടക്കുന്നവനെ പട്ടുപരവതാനി വിരിച്ച് വീട്ടിൽ കയറ്റി സപ്രപഞ്ചത്തിൽ കിടത്തി ഉറക്കായിരുന്നു എല്ലാരും അല്ലേ? അപ്പൊ പിന്നെ ഈ ഞാൻ ആരായി?
ഒരാളെ വിഡ്ഢിയാക്കുന്നതിന് ഒരു പരിധിയുണ്ട്. കഥയറിയാതെ ആട്ടം കാണുകയായിരുന്നു ഇക്കാലം അത്രയും ഞാൻ. കൃഷ്ണമാമ, ഞാൻ പറയുന്ന ഒന്ന് കേൾക്കണം. ഒരിക്കൽ മോളെ കുറച്ച് ഗുണ്ടകള് തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ചു. ആ ഗുണ്ടകളുമായി മോളെ രക്ഷിക്കാനുള്ള ശ്രമത്തിലാ കാർത്തിക്കിന് പരിക്കേറ്റത്. ആ പരിക്ക് ഭേദമാകും വരെ കാർത്തിക്കിനെ ഇവിടെ നിർത്തണമെന്ന് ലക്ഷ്മി അമ്മ പറഞ്ഞപ്പോ വേണ്ടെന്ന് പറയാൻ എനിക്ക് പറ്റിയില്ല കൃഷ്ണമാമ. മഴമോളെ രക്ഷിക്കാനല്ലേ അയാൾക്ക് പരിക്കേറ്റത്. വേണ്ടെന്ന് മനസ്സ് പറഞ്ഞെങ്കിലും ഒരു സഹാനുഭൂതി കാണിച്ചെന്നേ ഉള്ളൂ. സുന്ദരി ചേച്ചി, അതൊക്കെ കഴിഞ്ഞ കാര്യമാ. അയാൾക്ക് ഇപ്പോ ഒരു അസുഖവും ഇല്ല. ഇനി അയാളെ ഇവിടെ നിർത്താനും പറ്റില്ല. മാലിനി പറഞ്ഞത് ശരിയാ സുന്ദരി. ഇനി ഒന്നും നോക്കാനില്ല. ഇപ്പൊ തന്നെ കാർത്തികൻ ഇവിടെ ഇറക്കി വിടണം. അതല്ല, ഈ അമ്മുമ്മയുടെ വാക്കും കേട്ട് കാർത്തികിനെ ഇനിയും ഇവിടെ നിർത്താനാണ് ചേച്ചിയുടെ തീരുമാനമെങ്കില് ഞാനും വിനിതേട്ടനും ഇവിടുന്ന് എങ്ങോട്ടെങ്കിലും ഇറങ്ങിപ്പോ. അത് ഉറപ്പാ. അവനെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയതല്ലായിരുന്നു. എന്നിട്ട് നീ എന്തിനാ അവനെ വീണ്ടും വിളിച്ചു കയറ്റിയത്? അത് വേണ്ടായിരുന്നു. ഒരു കാര്യം പറയാൻ സുന്ദരി, ഇനി എന്തിന്റെ പേരിലായാലും അവനെ കൂടി ഈ വീട്ടിൽ താമസിപ്പിക്കുന്നത് ശരിയല്ല. എന്താ വേണ്ടെന്ന് വെച്ചാ തീരുമാനം എടുക്കേണ്ടത് നീയാ. You have done an excellent job, Mr. Karthik. സുബ്രഹ്മണ്യം പറഞ്ഞ കഥകൾ അനുസരിച്ച് ഇനി സുന്ദരിയുടെ വീട്ടിലേക്ക് ഒരു റീ എൻട്രി കാർത്തിക്കിനുണ്ടാവുമെന്ന് ഞാൻ കരുതിയതേയില്ല. ബട്ട് യു പ്ലേഡ് വെൽ കാർത്തിക്. എ ഗ്രേറ്റ് ഗെയിം. കൃത്യമായി നിങ്ങൾ വീണ്ടും സുന്ദരിയുടെ വീട്ടിലേക്ക് കയറി പറ്റിയിരിക്കുന്നു. ഈ തിരിച്ചുപോക്ക് സർവ്വ അധികാരങ്ങളും കയ്യിലുള്ള ആരെയും ഭയക്കാത്ത കാർത്തിക്കായിട്ടാണ് എന്നുകൂടി ഓർക്കുമ്പോ താങ്കളുടെ ബ്രില്യൻസിനെ അംഗീകരിക്കാതിരിക്കാനാവുന്നില്ല. ഫാന്റാസ്റ്റിക് പ്ലേ. ഡയാനയുടെ ഈ അപ്രിസിയേഷൻ ഞാൻ മനസ്സാൽ സ്വീകരിച്ചിരിക്കുന്നു. എന്താ പോരെ? താങ്ക് യു മാൻ. പക്ഷേ ഒരു തിരുത്തുണ്ട്. കാർത്തിക് എന്ത് ചെയ്യുമ്പോഴും അതിനൊരു ടെയിൽ എൻഡ് കൂടി ഉണ്ടാവും. എന്തിന് കാർത്തിക് സുന്ദരിയുടെ വീട്ടിൽ കയറി എന്നതിന്റെ അവസാന ഭാഗം ഡയാന മാഡം കാണാനിരിക്കുന്നതേ ഉള്ളൂ. അതറിയുമ്പോ മാഡം ഒന്നുകൂടി ഒന്ന് ഞെട്ടും. എന്താണാവോ ഇനി സാർ ചെയ്യാൻ പോകുന്നത്? ജസ്റ്റ് വെയിറ്റ് ആൻഡ് സീ. കാത്തിരുന്ന് കാണുക. കാർത്തി അടുത്ത കളി തുടങ്ങുന്നത്.